തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് മിന്നുന്ന വിജയം, മികച്ച വിജയമാണ് ഇടതുമുന്നണിക്ക് നേടാനായത്. തെരഞ്ഞെടുപ്പ് നടന്ന 30 വാർഡുകളിൽ 17ലും ഇടത് മുന്നണിക്കാണ് വിജയം. UDF 12 സീറ്റിൽ ഒതുങ്ങിയപ്പോൾ BJPക്ക് ഒറ്റ സീറ്റ് പോലും നേടാനായില്ല. ഇപ്പോൾ വിവരങ്ങളുമായി സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. സാലി, വളരെ പ്രധാനപ്പെട്ട ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടായി തന്നെ ഇതിനെ കാണാം. കാരണം അതിന് ഒട്ടേറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. അവിടെയാണ് ഇടതുമുന്നണിക്ക് മികച്ച വിജയം നേടാനായത്, അല്ലേ? തീർച്ചയായും. അതായത് 30 തെരഞ്ഞെടുപ്പ് നടന്നത്. 30 ഒഴിവുണ്ടായിരുന്നത്. 28 തെരഞ്ഞെടുപ്പ് നടന്നു. നേരത്തെ തന്നെ കാസർഗോഡ് 2 വാർഡുകളിൽ LDF എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ബാക്കി 28 തെരഞ്ഞെടുപ്പ് നടന്നത്. ആകെയുള്ള 30-ൽ 17ലും ഇടത് സ്ഥാനാർത്ഥികളാണ് വിജയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്ക്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കിൽ 15 LDF-ഉം 2 സ്വതന്ത്രരും എന്ന് ചേർത്തിരിക്കുന്നത്. പൈങ്ങോട്ടൂർ പഞ്ചായത്തിലെ അടക്കം സ്വതന്ത്ര LDF സ്ഥാനാർത്ഥികൾ സ്വതന്ത്രരുടെ പട്ടികയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ കണക്കിൽ 15 ആണെങ്കിലും ഇടതുമുന്നണിയുടെ യഥാർത്ഥ കണക്ക് 17 പേർ വിജയിച്ചിട്ടുണ്ട്. UDF 12 സീറ്റിൽ ഒതുങ്ങി. BJPക്ക് ഒറ്റ സീറ്റ് പോലും നേടാനായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശ്രീവരാഹം ഡിവിഷനിലാണ്. അവിടെ ഇടതുമുന്നണിയിലെ V ഹരികുമാർ 1346 വോട്ടുകൾ നേടി വിജയിച്ചിട്ടുണ്ട്. ആ മണ്ഡലത്തിന്റെ ആ ഡിവിഷന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇടതുമുന്നണിയുടെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നെങ്കിൽ കൂടി ഈ തവണ അട്ടിമറി ഉറപ്പിച്ചു BJP എന്ന് വലിയ തോതിൽ പ്രചരണം നടന്ന ഒരു ഡിവിഷനിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വിജയിച്ചു എന്നുള്ളതാണ്. ഇടതുമുന്നണിക്ക് ആ ഡിവിഷൻ നിലനിർത്താനായി എന്നുള്ളത് വലിയ നേട്ടമാണ് LDF-നെ സംബന്ധിച്ചിടത്തോളം. ഏതായാലും സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിലെല്ലാം സമാന സാഹചര്യം തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കുന്ന രാഷ്ട്രീയ ഘടകങ്ങൾ അത് ഏതൊക്കെ തരത്തിലാണ് സാലി? അതായത് ഈ LDF സർക്കാർ അധികാരമേറ്റതിനു ശേഷം നടന്ന ഒട്ടുമിക്ക തെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം LDF തന്നെയായിരുന്നു മേൽക്കൈ നേടിയിരുന്നത്. പക്ഷെ കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു തെരഞ്ഞെടുപ്പിൽ മാത്രം UDF-ന് മേൽക്കൈ നേടാൻ കഴിഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ പ്രചരണമാണ് നടന്നത്. സർക്കാരിനെതിരായ വലിയ ജനവികാരം, ഇടതുമുന്നണിക്ക് തുടർഭരണമോ 3ാം ഭരണമോ അസാധ്യമാകുന്ന തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു എന്നൊക്കെയായിരുന്നു ഒരൊറ്റ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ചില മാധ്യമങ്ങളും ചില ആളുകളും ഒക്കെ വിശകലനം ചെയ്തിരുന്നത്. പക്ഷേ ആ കഥകൾക്കൊന്നും ഒരു ബേസ് ഇല്ല എന്ന് തെളിയിക്കുന്നതാണ് ഇന്നത്തെ ഉപതെരഞ്ഞെടുപ്പ് ഫലം. 30-ൽ 17 എന്ന് പറയുന്നത് വലിയ മിന്നുന്ന വിജയം തന്നെയാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അത് തന്നെ LDF നേതാക്കൾ അവകാശപ്പെടുന്നു. തങ്ങൾക്കെതിരായുള്ള എല്ലാ പ്രചരണങ്ങളെയും ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നതിന്റെ പ്രതിഫലനമാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലം എന്നാണ് നേതാക്കളുടെ പ്രതികരണം. ശരി, സാലി മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്.